ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പിലെ ഇന്നത്തെ വ്ളോഗ് 2 ദിവസത്തെ വ്ളോഗാണ്. അതെന്തെങ്ങനെയെന്ന് വെച്ചാൽ കാരണം ഞാൻ ഫസ്റ്റ് തലേ ദിവസത്തെ വ്ളോഗ് മാത്രം ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ ലെങ്ത് ഇല്ല കേട്ടോ, വീഡിയോക്ക് തീരെ ലെങ്ത് ഉണ്ടായിട്ടാ. അപ്പം ഞാൻ രണ്ടും ഒക്കെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം ഇന്ന് ഞാൻ രാവിലെ നേരത്തെ എണിച്ചിന് കേട്ടോ. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്. എന്തോ ഇന്നൊരു 6:30 ആകുമ്പോഴേക്കന്നെ എണിച്ചിന്. എന്നിട്ട് പിന്നെ ബെഡൊന്നും ശരിയാക്കിയിട്ടുണ്ടായിട്ട് നേരെ താഴെ പോയി ചായ എല്ലാം കുടിച്ച് പുറത്തെല്ലാം ഇറങ്ങി നടന്ന് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് അങ്ങനെ രണ്ടാമത് മുകളിൽ കയറിച്ചപ്പോൾ ബെഡെല്ലാം സെറ്റാക്കലാണ്. ഇപ്പം ഞാൻ കിടക്കുന്നത് മുകളിലത്തെ റൂമിലാണ്. അപ്പം ബെഡെല്ലാം സെറ്റാക്കലാണ്. എന്നിട്ട് ഞാൻ മാത്രമേ കിടക്കൂട്ടാ. സാധാരണ എൻ്റെ പേരിൽ ആരും മുകളിൽ കിടക്കലായിട്ട് താഴത്തെ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കലാണ്. ഇപ്പം പിന്നെ ഞാൻ നേരെ മുകളിലേക്ക് മാറി. ഇനിയിപ്പോഴും വാഷ് ബേസിൻ്റെ ഇല്ലേ എൻ്റെ റേസർ ഉണ്ടായിരുന്നത് ഞാൻ തലേന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഈ ഫേസ് വാഷ് കഴിയുന്നേയില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കയ്യിൽ കിട്ടിയാൽ മതി. മെയിൻ റീസൺ ഇതെൻ്റെ കഴിയാത്തതെന്ന് വെച്ചാൽ ഞാൻ താഴെ കിടക്കുന്ന സമയത്ത് ആടെ ഒരു ഫേസ് വാഷ് ഉണ്ട് താഴെ, ഒരു ക്ലീൻ ക്ലിയറിൻ്റെ, അതായിരിക്കും ഡെയിലി യൂസ് ചെയ്യലുള്ളത്. പിന്നെ ഇതങ്ങനെ യൂസ് ചെയ്യില്ല. ഇത് എപ്പോഴെങ്കിലും ക്ലാസ്സിന് പോയി വന്നാലാ പുറത്തു പോയി വന്നാലാ അങ്ങനെ മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ തീരാതെ നിൽക്കുന്നത്. ഇപ്പം ഏകദേശം ഇത് കഴിയാനായിട്ടാ. പിന്നെ ഞാൻ താഴെല്ലാം പോയി ഒന്ന് ഫുഡെല്ലാം കഴിച്ച് കുളിച്ച് ഫ്രഷായി വന്നിട്ട് ഇനിയിപ്പോൾ നേരെ ഡ്രസ്സ് വരത്തില്ലാന്ന് അങ്ങനെ ഞാനൊരു ഡ്രസ്സ് ഫിക്സ് ആക്കി. ഇനിയിപ്പോൾ അത് അയൺ ചെയ്യണം, കാരണം നല്ല ചുളിവുണ്ട്. അപ്പം എൻ്റെ ലാപ്പിന് എന്നോട് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം മാറ്റി ഞാൻ അയൺ ചെയ്യുന്ന ടേബിളിൻ്റെ മുകളിലാന്നിട്ട് ഈ സാധനം എല്ലാം നിരത്തിയിട്ടുള്ളത്. എനിക്ക് എൻ്റെ റൂമിൽ ടേബിൾ ഉണ്ടെങ്കിൽ ആടെ എൻ്റെ ആക്സസറീസോ മറ്റേ സാധനം അങ്ങനെ എന്തെല്ലോ നിരത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ജേണലിൻ്റെ സംഭവം അങ്ങനെ കുറേ സാധനം ഇട്ടാ. ഇവിടെ മേലെ ഫുൾ എൻ്റെ സാധനമാണ്. എന്ത് നിൽക്കുന്നത് കഴിയുന്നില്ല, ഒന്നും കളയാനും മനസ്സ് വരുന്നില്ല, ഒന്നും ഒതുക്കി വെക്കാനും കഴിയുന്നില്ല. അങ്ങനെയാണ് കേട്ടാ. പിന്നെ ഞാൻ നേരെ അയൺ ചെയ്തത് നമുക്ക് ഇഷ്ടമില്ലാത്ത പണിയാണ് ഈ ഇസ്തിരി ഇടുന്നത്. തീരെ ഇഷ്ടമില്ല. പിന്നെ ഈ ഡ്രസ്സിനാണെങ്കിൽ അത്രയും ചുളിവുണ്ട്. ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇട്ടിച്ച ഒരു കോഡ് സെറ്റാണിത്, ഒരു ബ്രൗൺ കളറിലായിരുന്നു ഒരു കോഡ് സെറ്റ്. ഇത് നല്ല ഉണ്ട് കേട്ടോ. ഇട്ടിച്ചാകുമ്പോൾ നല്ല കംഫർട്ട് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വള്ളിയെല്ലാം ഉണ്ടായിട്ട്. പിന്നെ ഞാൻ പാൻറ്റിന് ഇസ്തിരി ഇടലെങ്കിൽ എങ്ങനെയെന്നറിയോ, പാൻറ്റ് ആദ്യം മടക്കും. ഇത്രയും നല്ല മടക്കി ഞാൻ 2-3 മടക്ക് മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇസ്തിരി ഇടലാന്ന്. അതന്നെ ഓരോരാളിപ്പോൾ നല്ലോണം അയൺ ചെയ്യൂലേ, വടി പോലെ ആക്കും. ഞാൻ എൻ്റെ ചില ഫ്രണ്ട്സ് എല്ലാം പറയുന്നേക്കലുണ്ട് ഒരു അയൺ ചെയ്താലേ ഡ്രസ്സ് ഇടുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ഇല്ല കേട്ടാ. ഒരു ചെറിയ ചുള്ളിലാണെങ്കിൽ ഞാൻ അത് അങ്ങനെ ഇട്ടിച്ച് പോകും, അയൺ ചെയ്യാൻ നിൽക്കില്ല. പിന്നെ ഞാൻ എൻ്റെ ലാപ്പ് തിരിച്ച് ചാർജാക്കി, കാരണം ക്ലാസ് ഉണ്ടല്ലോ കൊണ്ടുപോകണമല്ലോ വെച്ചിട്ട്. അങ്ങനെ പിന്നെ ഡ്രസ്സ് ഷോർട്സിനായിട്ട് വേറൊരു വീഡിയോ എടുത്ത് ഇനിയിപ്പം നേരെ റെഡി ആവണം. ഈ ഒരു കോമ്പില് ഞാൻ സാവാനിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഞാൻ ഇത്രയും ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്തിട്ടാ. പക്ഷേ നല്ല ചമ്മ ഹെയറിൽ എത്ര ഉറപ്പിച്ച് വാരിയാലും ഒരു പെയിനോ കാര്യമോ ഒന്നുമില്ല. അതേ കണക്ക് നല്ല കോംബ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വാച്ചാണ് ഇട്ടിടുന്നത്. ഈ ഒരു വാച്ച് മെയിലിന് കയ്യിലോറില്ലെങ്കിൽ ഈ ഒരു വാച്ച് വാങ്ങിക്കോ, കാരണം നല്ലതാണ്, നമ്മുടെ കൈക്ക് നല്ലോണം സ്യൂട്ടാവും. ദെൻ നെക്സ്റ്റ് ഈസ് എ സ്റ്റോറി ടൈം. ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് ഒരു ഏണിങ്സ് പ്രതീക്ഷിച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്തതെന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് ക്യാപ്ചർ ചെയ്ത് അപ്ലോഡ് ചെയ്ത് പിന്നെയും ഇപ്പം ഞാൻ എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ഹാപ്പിനെസ് കിട്ടും. ഇപ്പോൾ പിന്നെ അങ്ങനെയാണ്, ഞാൻ എല്ലാതും ക്യാപ്ചർ ചെയ്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യലാന്ന്. എല്ലാതും മീൻസ് അങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമൊന്നും ഞാൻ എടുക്കൂല കേട്ടാ. കാരണം ലൈഫ്സ് ആർ ഓൾവേസ് റിയൽ, അതെനിക്ക് നല്ലപോലെ അറിയാം. എൻ്റെ ലൈഫിൽ ഞാനത് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കണ്ണീർ എന്ന് പറയുന്ന സംഭവം സത്യമാണ് കേട്ടോ ശരിക്കും പറഞ്ഞെങ്കിൽ. പിന്നെ എന്നാലും എൻ്റെ മനസ്സെങ്ങനെന്നറിയോ, ഞാൻ എല്ലാവരുടെ അടുത്തും എല്ലാ കാര്യവും ഞാൻ ഓപ്പണായി പറഞ്ഞു. എന്ത് കാര്യമായാലും ഞങ്ങൾക്ക് ഇങ്ങനെ സീക്രട്ടാക്കി വെക്കാൻ അറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ കുറേ അത് പഠിച്ചിട്ട്, കാരണം നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല ഒരാളടുത്തും. നമ്മൾ മനസ്സിലത് എപ്പോഴും സീക്രട്ടായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. പിന്നെ വീഡിയോസിൻ്റെ കാര്യം പറയാം. എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആളേ ഇല്ല. ഇപ്പോൾ പിന്നെയും ഞാൻ കുറച്ചെങ്കിലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ മുമ്പെന്ന് വെച്ചാൽ ഞാനിങ്ങനെ
എൻ്റെ ഹാപ്പി മൊമെന്റ്സ് മാത്രം ക്യാപ്ചർ ചെയ്തിട്ട് എൻ്റെ ഒരു ടൈമിന് എൻ്റെ ഒരു എനിക്ക് എപ്പോഴാണോ ഫ്രീ ആകുന്ന അപ്പം എടുത്തിടുന്ന ഞാൻ ഇപ്പം ആയാലും അങ്ങനെ. ഞാനിപ്പം കുറേ ദിവസത്തെ വ്ളോഗിലാണെങ്കിൽ ഞാൻ എപ്പോഴാണോ എൻ്റെ എല്ലാതും കഴിഞ്ഞ് ഫ്രീ ആകുന്ന ആ സമയത്തായിരിക്കും ഞാൻ അപ്ലോഡ് ആക്കില്ലത്. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ഉണ്ടാകുമ്പോൾ പോലും ഞാനത് എഡിറ്റ് ചെയ്യാനിരിക്കൂല. കാരണം അന്നെങ്കിൽ ഞാൻ ഉറങ്ങി തീർക്കും, ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ കുറേ വ്ളോഗ്സ് ഞാൻ അപ്ലോഡ് ആക്കാതെ ഉണ്ട്, കുറേ വ്ളോഗ്സ് ഞാൻ ലേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഡെയിലി വീഡിയോസ് ഇടാത്തത് മെയിൻ. ഇപ്പൊ പിന്നെ കുറച്ച് ഇതായിട്ടാണ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും യൂട്യൂബ് ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നൊരിതായി. കാരണം കുറച്ചാൾ പറയുന്നത് ഞാൻ കേട്ടിനി. അങ്ങനെ ഇപ്പോൾ ഒരു വാശി വന്ന് എങ്ങനെയെങ്കിലും ഒന്ന് യൂട്യൂബ് റീച്ച് ആക്കണമെന്ന്. പിന്നെ അത്ര തന്നെയാണ് സ്റ്റോറി. ഇനി ഞാൻ പകുതി പറയൂട്ടാ. ഇനി നമുക്ക് ഒരു Q&A ചെയ്യുമ്പോൾ ബാക്കി പറയാ സ്റ്റോറിയെല്ലാം. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ബാഗ് റെഡി ആക്കട്ടെ ക്ലാസ്സിനോ. ഞാൻ നേരത്തെ വാച്ച് നോക്കി ടൈം നോക്കിയതാണ് കേട്ടാ. ഇന്ന് ഞാൻ നേരത്തെ എത്തിന് ലേറ്റ് ആയിട്ടൊന്നുമില്ല. ബാഗിലാണെങ്കിൽ ഇഷ്ടംപോലെ കച്ചറയുണ്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. ഒരു ലാപ്പും ബുക്കയിലാണെങ്കിൽ വേറെ എന്തെല്ലോ സാധനം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാ. എൻ്റെ ബാഗിൽ മെയിൻ ചില്ലറ ഉണ്ടാവും. എന്താ വെച്ചെങ്കിൽ ഞാൻ കുറച്ച് ദിവസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബസ്സിന് പോയിക്കൊണ്ടുണ്ടായിന്. അപ്പം ബസ്സിന് പോകുമ്പോൾ കിട്ടുന്ന ബാക്കി ചില്ലറ, പിന്നെ പൈസ, അങ്ങനെ ഫുൾ ചില്ലറ നോട്ടും കോയിൻസെല്ലാം ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം മാറ്റി വെക്കലാണ്. പിന്നെ ഫീസ് അടിച്ച റെസീറ്റ്, അങ്ങനെ കുറച്ച് ചോക്ലേറ്റിൻ്റെ അങ്ങനെ എന്തെല്ലോ സംഭവം ഉണ്ടായിന്. അപ്പം അതെല്ലാം ഒന്ന് പുറത്തെടുത്ത് എനിക്ക് ലാപ്പും ബുക്കെല്ലാം എടുത്ത് വെച്ച് ബാഗ് ഒന്ന് സെറ്റാക്കിയിട്ട് ഇനി പോവാൻ നിൽക്കില്ല. അന്ന് പുറത്താണെങ്കിൽ മഴ ഉണ്ട് കേട്ടാ. മഴ കുറച്ചൊന്ന് തമ്പിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിച്ച്. പിന്നെ ബാഗ് ഞാൻ അങ്ങനെ ബെഡിലൊന്നും വെക്കലില്ലാണ്ട്, പക്ഷെ നോർമലാണ്ട് വെച്ചു പോയി. കാരണം ബാഗ് ഞാൻ സ്കൂട്ടിയിൽ താഴെ വെക്കുന്നല്ലേ. അങ്ങനെ ഞാൻ പെട്ടെന്ന് മഴ ഒന്ന് കുറഞ്ഞാകുമ്പോൾ സ്കൂട്ടി എടുത്ത് നേരെ ടൗണിലേക്ക് എത്തിയിട്ടാ. നല്ലൊരു സ്കൈ എല്ലാം ഉണ്ടായിന്. അങ്ങനെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. അപ്പം കാടെ തുടങ്ങിയിട്ടൊന്നും ഇല്ലാട്ട് ഞാനൊരു 10:40 ആകുമ്പോഴേക്കും എത്തിന്. 11 മണിയാണ് മച്ചോറ് ഇറങ്ങണമെങ്കിൽ. അങ്ങനെ പിന്നെ ഓർക്കും കഴിഞ്ഞ് പിന്നെ നമുക്ക് തിയറി ക്ലാസ്സും ഉണ്ടായിന്. പിന്നെ കുറച്ച് വർക്കും കാര്യമെല്ലാം ആടെ തന്നെ ചെയ്യാനും കൂടി ഉണ്ടായിന്. നമുക്ക് ജസ്റ്റ് എല്ലാം ഇങ്ങനെ പറഞ്ഞുതരും, പിന്നെ എല്ലാം നമ്മളെ ഇതനുസരിച്ച് ചെയ്യണം. അങ്ങനെയാണ് കേട്ടാ. ഇതിപ്പം ഞാൻ ഒരു ബ്ലോഗ് എഴുതിയതാണ് കേട്ടാ. സൈറ്റിലേക്കിട്ട് ഒരു ബ്ലോഗ് എഴുതി അപ്ലോഡാക്കി, എന്നിട്ട് അത് അസൈൻമെൻറ്റ് ട്രാക്കറിലിട്ട് അങ്ങനെയാണ് കേട്ടാ. അങ്ങനെ പിന്നെ 1 മണിയാകുമ്പോൾ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടാ. ഇതിൽ കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ ഇപ്പം 2-3 ദിവസമായിട്ട് ഭയങ്കര മൂഡ് ഓഫാണ്. എനിക്കിങ്ങനെ ഒന്നും സെറ്റാവാത്ത പോലെ. അങ്ങനെ നമുക്ക് ഫ്രെയിം എടുക്കാനുണ്ടായിന്, പക്ഷെ അതായിട്ടുണ്ടായിട്ടാ. അങ്ങനെ ഞാൻ എന്താക്കി ഒറ്റയ്ക്ക് ഫസ്റ്റ് ബർഗർ ലോഞ്ചിൽ പോയി. എന്നുവെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് പോയി. അതിന് കുറച്ച് മുന്നേ എൻ്റെ ഫ്രണ്ട്സ് വരുന്നത് ഒരു എക്സ്പെക്റ്റ് ആക്കാണ്ട് വന്നെയാണ് കേട്ടാ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഒക്കെ എന്നെ ഫുഡ് കഴിക്കാൻ അങ്ങനെ. അപ്പൊക്കെ ഞാനും മറ്റേ ബർഗറെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. ഫസ്റ്റ് ഓരോ വിചാരിച്ച് ഞാൻ നേരെ പൊരിക്കേക്കാന്നും പോയത്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിട്ടാ ഫുഡ് കഴിക്കാൻ പോകുന്നത്. കാരണം ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ടാ. അപ്പം ഞാൻ നേരെ പൊരയിലേക്ക് പോകാൻ കഴിയുന്നതാണ്. പിന്നെ മഴയും ഉണ്ടായിരുന്നു, ഫ്രെയിമും കിട്ടിയിച്ച. അങ്ങനെ ഞാൻ നേരെ ഒറ്റയ്ക്കെന്ന് വിചാരിച്ചിട്ട് ബർഗർ ലോഞ്ചിൽ കയറിയതാണ്. മെയിൻ തിങ് എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ഗ്ലാസ് ചെയ്യുന്നു, അവിടെ പെട്ടെന്ന് ഇറങ്ങുമല്ലോ. അപ്പോൾ ഓരോ വിചാരിച്ച് ഞാൻ നേരെ പൊരിക്കേക്ക് തന്നെയാണ് പോകുന്നതാണ്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ബർഗറും മിൻറ്റ്ലീമും ഫസ്റ്റ് വന്നിട്ടാ. പിന്നെ ഓരോ വന്നിച്ച് നമ്മൾ ആനിമൽ ഫ്രീസും അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്ത് ചാമ്പക്ക് ഞാൻ ബർഗർ തിന്നിട്ട് പാങ്ങുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ ബർഗർ മറ്റേ ഇതാ പറഞ്ഞത്, സ്പൈസിയാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെയും ഓക്കെയാണ്. ഞാൻ ഇവിടുത്തെ ബർഗർ ഞാൻ പണ്ടൊരിക്കൽ തിന്നതായിരുന്നു. പണ്ടൊരിക്കൽ മീൻസ് സ്റ്റാർട്ടിങ് ഞാൻ ഫാഷൻ ഡിസൈൻ പഠിക്കുന്ന സമയത്ത് വന്നിട്ട് കഴിച്ചതാണ്. അതിന് ശിശിപ്പാണ് കഴിക്കുന്നത്. പിന്നെ ഈ ഒരു ആനിമൽ ഫ്രൈസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ആക്കുന്നത്. നമ്മൾ കുറേ റിവ്യൂ കണ്ടിട്ട് നല്ല പാങ്ങുണ്ടെന്നില്ല, പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടാ. അങ്ങനെ പിന്നെ ആടുന്ന് ഇറങ്ങി നേരെ പുരയിലേക്ക് പോലാന്ന് ഗേറ്റും കിട്ടി. പിന്നെ ഇത് വേറൊരു ദിവസത്തെ വ്ളോഗാണ് കേട്ടാ, ഉച്ച തൊട്ടിട്ടുള്ള വ്ളോഗ്. ഇത് ഞാനില്ലേ ഒരു 3-4 നൈറ്റ് സ്യൂട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിന് ഓൺലൈനിൽ. അപ്പം അതിൻ്റെ എല്ലാം വീഡിയോസ് എടുക്കലാന്ന്. ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, ബാക്ക്ഗ്രൗണ്ട് എന്തെല്ലോ കച്ചറ ഉണ്ടാവും. ഞാൻ പറഞ്ഞു അങ്ങനെ സെറ്റായിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ എടുക്കലെന്ന്. അപ്പം അങ്ങനെ പിന്നെ ഒരു ഡ്രസ്സിൻ്റെയും കൂടി എടുക്കാനുണ്ടായിനി. അങ്ങനെ അതെല്ലാം എടുത്തിട്ടാകുമ്പം വൈകുന്നേരം പെട്ടെന്നൊരു ക്വിക്കായിട്ടുള്ള പ്ലാനിൽ പുറത്ത് പോലാന്ന്.
പിന്നെ ഞാൻ ഇട്ട ഡ്രസ്സ് ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ, നല്ല രസമല്ലേ കാണാൻ വേണ്ടിച്ച്. അങ്ങനെ എവിടെ പോകുന്ന ഒരു പ്ലാനും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ പോകണം, ഒരു ചാടിക്കാൻ പോകണം, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. എവിടെയൊന്നും ഫിക്സ് ആക്കിയിട്ടൊന്നുമില്ല. ഞാനും എൻ്റെ ബ്രദറും കൂടി ചേർന്നിട്ട് പോകുന്നത്. ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ നോക്കിയ ഒരു ഡാർക്ക് ബ്ലൂ കളറിൽ ഇങ്ങനെ എടുത്ത് കാണിക്കൂട്ടോ. എൻ്റെ കഴിഞ്ഞ വ്ളോഗിലെല്ലാം രാത്രിയിലത്തെ ക്ലിപ്സിലെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പോയത് മലബാർ റിസോർട്ടിലാണ് കേട്ടോ. റിസോർട്ടും കാര്യമെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കാനും ഉണ്ടായിനി. മലബാർ റിസോർട്ട് ഞാൻ പണ്ട് വന്നതാണ് കേട്ടോ. ഇത് നമ്മളിവിടെ അടുത്ത് തന്നെയാണ്, വൈനോൾപ്പ് കുറച്ച് പോകാനുണ്ട് എൻ്റെ പൊരിക്കുന്ന. അങ്ങനെ റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറി പിന്നെ അടുത്തോറിന് നമുക്കെല്ലാം കാണിച്ചു തന്ന്, ഫുൾ റിസോർട്ട് കംപ്ലീറ്റ് കാണിച്ചു തന്ന്. അവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാട്ടോ, പിന്നെ ഞാൻ ചോദിച്ചിട്ട് എടുത്തതാണ്. റിസോർട്ടും കാര്യം എല്ലാം നല്ലുണ്ട്. പിന്നെ അവിടെ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ഫോട്ടോസിനായാലും വീഡിയോസിനായാലും ചാർജ് ചെയ്യണം കേട്ടോ നമ്മൾ എടുക്കുന്നെങ്കിൽ. നമ്മൾ ആക്ച്വലി ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നതല്ല, നമുക്ക് റിസോർട്ടൊന്ന് നോക്കാനുണ്ടായിനി. അങ്ങനെ അതിന് വിളിച്ച് വന്നതാണ്. പിന്നെ റിസോർട്ടിൻ്റെ തന്നെ ബീച്ചും കൂടി ഉണ്ടായിനി. അപ്പം ആടെയും കൂടി പോയി നോക്കിയിട്ടാ. എന്നുവെച്ച് പിന്നെ ആടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ഊഹവും ഇല്ലാതെ ഒരു പ്ലാനും ഇല്ലാതെ ഇങ്ങനെ പോലാന്നിട്ടാ. എവിടെ പോകുന്നതെന്ന് അറിയില്ല. ടൗണിൽ ഏതായാലും കുറച്ച് സാധനം വാങ്ങാനുണ്ട്, ഉമ്മ വരുമ്പോൾ സാധനം വാങ്ങണം എന്നിട്ടിനി. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോലാന്ന്. പിന്നെ നമ്മൾ നേരെ പോയത് വണ്ടിയുണ്ട്, കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കാനാണ്. അത് ഫേസിൽ നല്ലപോലെ പിമ്പിൾസ് ഉണ്ടല്ലേ. അങ്ങനെ ഇവിടുന്ന് ഏകദേശം എല്ലാവരും നമ്മൾ ഈ നാട്ടിലുള്ളവരെല്ലാം ഇവിടുന്ന് എന്തായാലും ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവും. ഈ ഒരു പോര അറിയുന്നുണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ ആടുന്ന് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ ചാവടിക്കാൻ പോയി. ഇത് നമ്മളവിടെ ഉള്ളൊരു സ്പോട്ടാണ് കേട്ടോ, ഒരു ലേക്ക് വ്യൂ, പുഴയേറും ലേക്ക് വ്യൂ. നല്ല ഉണ്ട് അവിടുത്തെ ഫുഡ്. പഴംപൊരിയും ബീഫും കല്ലുമ്മക്കായെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു മഴയെല്ലാം പെയ്യുന്ന ആ ഒരു ക്ലൈമറ്റിൽ ചായ കുടിക്കാൻ തന്നെ വേറെ ഒരു പാങ്ങാണ്. അങ്ങനെ ആദ്യം ചായ എല്ലാം കുടിച്ച് പിന്നെ നേരെ ഷോപ്രിക്സിലേക്ക് വന്ന് കുറച്ച് ഐറ്റംസ് മാത്രമേ വാങ്ങാനുള്ളൂ കേട്ടോ. ഇപ്പം ഈ ലാസ്റ്റ് നിങ്ങൾ കണ്ട വീഡിയോസില്ലേ, വ്ളോഗില്ലേ വൈകുന്നേരത്ത്, അതൊന്നും ഞാൻ എക്സ്പെക്റ്റ് ആക്കാണ്ട് പോയതാണ് കേട്ടോ ആ ഒരു സ്പോട്ടിലേക്കെല്ലാം. കാരണം പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിൽ പോയി. ആൻഡ് ദ ഡേ വാസ് റിയലി ഗുഡ്. ഞാനിപ്പം വിചാരിക്കുന്നത് അന്ന് രാവിലെ തൊട്ടേ വ്ളോഗ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തെ വ്ളോഗ് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും. ഇതിപ്പോൾ 2 ദിവസത്തെ വ്ളോഗാണ്. എനിവേ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിനെങ്കിൽ എൻ്റെ വ്ളോഗ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. എനിക്ക് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയെല്ലാം തന്നെയുള്ളൂ. അപ്പം ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.